ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്. എങ്ങനെയാണ് അത് ഇല്ലാതാക്കാൻ കഴിയുക? ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, ആ മഴയെ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ? ശിഷ്യൻ പറഞ്ഞു, ഇല്ല. പക്ഷെ ആ മഴയിൽ നിന്ന് നിനക്ക് രക്ഷ നേടാൻ കഴിയും, നിൻ്റെ കയ്യിൽ ഒരു കുട ഉണ്ടെങ്കിൽ. മഴ എന്ന് പറഞ്ഞാൽ സംഭവങ്ങളാണ്, കുട എന്ന് പറഞ്ഞാൽ അതിനെ അതിജീവിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിന് ഉണ്ട്. പ്രകൃതിയെ വെല്ലാനുള്ള ശക്തി നമ്മുടെ മനസ്സിന് ഉണ്ട്. പ്രകൃതിയിൽ അതിശൈത്യമാണ്. അതിനെ അതിജീവിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് നമ്മുടെ മനസ്സിന് അറിയാം. നല്ല തണുപ്പുള്ള സമയത്ത് ഒരു കമ്പിളി പുതക്കണമെന്ന് മനസ്സിന് അറിയാം. മനസ്സ് ഈ കമ്പിളി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യനെ എടുക്കാം. ഗോതമ്പ് കൃഷി ചെയ്യാനും നെൽകൃഷി ചെയ്യാനും നെല്ലിനെ അരിയാക്കാനും ആ അരി പാചകം ചെയ്യാനും ഏത് ശക്തിയാണ് അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവുക? അവർ പരുത്തി ഉണ്ടാക്കുന്നു, പരുത്തി കൊണ്ട് നൂലുണ്ടാക്കുന്നു, നൂല് കൊണ്ട് വസ്ത്രം ഉണ്ടാക്കുന്നു, ആ വസ്ത്രം ധരിക്കുന്നു. ഏത് ശക്തിയാണ് ഇതിന് പിന്നിൽ? അവർ വൈദ്യുതി ഉണ്ടാക്കുന്നു, ടെലിഫോൺ ഉണ്ടാക്കുന്നു, ചൂടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു ശക്തി നമ്മുടെ മനസ്സിന് ഉണ്ട്. അത് ചലനാത്മകമാണ്. നമ്മുടെ മനസ്സ് ചലനാത്മകമാണ്, ജീവിതം ചലനാത്മകമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ഏതോ അദൃശ്യമായ ശക്തിയുടെ കാരുണ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആഴത്തിലുള്ള ആ ഒരു ശാന്തിയും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ കഴിയും. എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആ ഒരു ശക്തി അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ, ശാന്തമാകുമ്പോൾ, ശക്തമാകുമ്പോഴാണ് അത് നമുക്ക് അറിയാൻ കഴിയുക. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളോട് കാറുകൾ ഉണ്ടാകും, റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അവർ ചോദിക്കും, തകരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി എങ്ങനെയാണ് റോഡിലൂടെ ഓടുക? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാഹനങ്ങളെ ചലിപ്പിച്ചിരുന്നത് കാളകളും കുതിരകളുമായിരുന്നു. ഈ കാളകളും കുതിരകളും ഇല്ലാതെ എങ്ങനെ വാഹനം ചലിപ്പിക്കാൻ സാധിക്കും? അവർ വിശ്വസിക്കില്ല. 200-300 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ടെലിവിഷൻ ഉണ്ടാകുമെന്നും ഒരിടത്തിരുന്ന് സംസാരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരാളുകളെ മറ്റൊരിടത്ത് നിന്ന് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. പണ്ടുകാലത്ത് റേഡിയോ സ്റ്റേഷനുകൾ ഉണ്ടായിട്ടും ആളുകൾ വിചാരിച്ചിരുന്നത് റേഡിയോക്കകത്തിരുന്ന് ആരോ പാടുന്നുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലായിരുന്നു അന്ന് വീടുകളിൽ റേഡിയോ വെച്ചിരുന്നത്. കാരണം കുട്ടികൾ ആ റേഡിയോ പരീക്ഷിക്കാൻ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ പറയുന്നു, ഒരു പറക്കുന്ന ഒരു കസേര ഉണ്ടാകും. നമ്മൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ എത്തേണ്ടത് അവിടെ എത്തിക്കാനുള്ള ആ ഒരു കഴിവ് ആ ഒരു കസേരയ്ക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എല്ലാ സാധ്യതകളും അതിൽ ഉണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. നമുക്ക് ആ മനസ്സിൻ്റെ ശക്തി ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ ആഗ്രഹങ്ങളിൽ, നിഷേധാത്മകമായ ചിന്തകളിൽ, വികാരങ്ങളിൽ പെട്ടിട്ട്
വേദനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീർത്തും നിസ്സാരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ആ ഒരു ശക്തി ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ട് അതിനെ തരണം ചെയ്യാൻ കഴിയില്ല. അപ്പം മനസ്സിൻ്റെ ആ ഒരു ശുദ്ധിക്ക്, അതിൻ്റെ ശാന്തിക്ക്, അതിൻ്റെ ശക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് പുണ്യാത്മാക്കൾ പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത്, മനസ്സിനെ നിശബ്ദമാക്കാനോ കുറച്ചു നേരം മൗനം അനുഭവിക്കുന്നതിനോ വേണ്ടിയിട്ട് നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് എല്ലാ വേവലാതികളെയും നമ്മൾ വിടുക. മനസ്സിലെ അസ്വസ്ഥതകൾ അടങ്ങുമ്പോൾ, മനസ്സ് ശാന്തമാകുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ആഴങ്ങളിലുള്ള ആ പരമമായിട്ടുള്ള ശാന്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും പരമമായിട്ടുള്ള ആനന്ദമാണ് അനുഭവിക്കുന്നത്. ഈ ആനന്ദത്തിൽ നമ്മൾ അലിഞ്ഞു ചേരുമ്പോൾ വേദനകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ നമ്മളെ സ്പർശിക്കില്ല. പക്ഷെ അതിന് നമ്മൾ മനസ്സിനെ ശാന്തമാക്കണം, മനസ്സിനെ ശക്തമാക്കണം. അതിലൂടെ മാത്രമാണ് നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത്. ശരിക്ക് നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അത്ഭുത ശക്തികൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ അത്ഭുത ശക്തികളെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം ആഗ്രഹങ്ങളിലും വാസനകളിലും പെട്ടിട്ട് നൈമിഷികമായ ആനന്ദത്തിലേക്കും താൽക്കാലികമായ ആനന്ദത്തിലേക്കുമാണ് മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനസ്സിന് അതിൻ്റെ യഥാർത്ഥ പ്രകൃതത്തിലേക്ക് പോകാൻ കഴിയില്ല. യഥാർത്ഥ പ്രകൃതം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കരുണയുണ്ട്, സ്നേഹമുണ്ട്, ദയയുണ്ട്, ശാന്തിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അനുകമ്പയുണ്ട്. അതിൻ്റെ അരികിലേക്ക് നമ്മൾ എത്തുമ്പം മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ശരിക്ക് അതിലേക്കുള്ള ഒരു യാത്രയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. പക്ഷെ അവനെ തടയുന്നത് അവൻ്റെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും. ഈ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും ഒരാളിൽ ഉണ്ടാകുന്നത് വിശാലമായ കാഴ്ചപ്പാട് അയാളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ ഒരു പുഴയുടെ ഒഴുക്ക് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒഴുക്കാൻ സാധിക്കും. നമുക്കൊരു പൂവിൻ്റെ സുഗന്ധമായിട്ട് മാറാൻ കഴിയും. ആകാശത്തെ പോലെ നമുക്ക് ശൂന്യമായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള തടസ്സം നിൽക്കുന്നത് നമ്മുടെ മനസ്സിനാണ്. ശരിക്കും മനസ്സ് ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ച് ശാന്തമാക്കി ശക്തമാക്കാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ആവുന്നത്. അപ്പോൾ മനസ്സിന് നമ്മൾ ആ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ശാന്തമാക്കാനും സ്വസ്ഥമാക്കാനുമുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കി കൊടുക്കലാണ് നമ്മൾ മനസ്സിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ആത്മാർത്ഥത എന്ന് പറയുന്നത്. മനസ്സിനോട് നമ്മൾ ആ രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ, മനസ്സ് സന്തോഷിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ശരിക്കും നമ്മൾ മനസ്സിനെ കൂടുതൽ സമയവും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ യഥാർത്ഥ പ്രകൃതത്തിലേക്ക്, ആ ശാന്തിയിലേക്ക്, സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് പോകാം. അവിടെ എത്തുമ്പോൾ നിനക്ക് ആഴത്തിലുള്ള സമാധാനം കിട്ടും. എന്നെ നീ ശാന്തമാക്കിയാൽ മാത്രം മതിയെന്ന്. പക്ഷേ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കാത്തത്? നമുക്ക് ചില ശീലങ്ങളുണ്ട്, അതേപോലെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആഗ്രഹങ്ങളും നമ്മുടെ പെരുമാറ്റത്തെ, സ്വഭാവത്തെ സ്വാധീനിക്കും. അപ്പോൾ മനസ്സിന് അതിൻ്റെ യഥാർത്ഥ പ്രകൃതത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുണ്യാത്മാക്കൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത്,
മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനത്തിന് സാധിക്കും. ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വാസനകളും ആഗ്രഹങ്ങളും നമ്മുടെ ശീലങ്ങളും അവിടെ ഇല്ലാതാകും. അങ്ങനെ മനസ്സ് ശാന്തമാകും. മനസ്സ് ശാന്തമാകുമ്പോൾ സ്വാഭാവികതയോടെയായിരിക്കും നമ്മൾ പ്രവൃത്തികൾ ചെയ്യുക. സ്വാഭാവികതയുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ കരുണ, സ്നേഹം, ദയ നിറഞ്ഞ പ്രവൃത്തികളായിരിക്കും നമ്മളിൽ നിന്ന് ഉണ്ടാവുക. ആ രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. നമുക്കൊപ്പമുള്ള ആളുകൾക്കും അത് അനുഭവിക്കാൻ സാധിക്കും. സർവ്വ ജീവജാലങ്ങൾക്കും നമ്മുടെ സാന്നിധ്യത്തിൽ അത് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ